ഒരു വർഷം ഇന്ത്യ മഹാരാജ്യത്ത് 2000 വിചാരണ തടവുകാരാണ് ചികിത്സ കിട്ടാതെ മരിക്കുന്നത്. NCRBയുടെ കണക്കാണ്. അതിലൊരാളാണ് നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ച പണ്ടു നരേറ്റ എന്ന് പറയുന്ന ഒരു കർഷകൻ. അയാൾക്ക് അയാളുടെ മകളെ പോലും കാണാൻ കഴിഞ്ഞില്ല. 2020 നമ്മളുടെ ഈ സായിബാബയുടെ അമ്മ മരിക്കുന്നത് ക്യാൻസറിനെ തുടർന്ന്. അന്ന് അമ്മയെ കാണാൻ പോകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ കോടതി അനുവദിച്ചിരുന്നില്ല. അതിനു മുൻപ് രസകരമായൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈ ഡു യു ഫിയർ മൈ വേ സോ മച്ച് എന്ന് പറയുന്നൊരു പോയറ്റ് കളക്ഷനുണ്ട്. അതിൽ പറയുന്നുണ്ട്, സായിബാബ എന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ രാംലാൽ കോളേജിലെ പ്രൊഫസറായിരുന്ന അധ്യാപകൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഇടയ്ക്കും തമ്മിലുള്ള ആശയവിനിമയം തെലുങ്ക് ഭാഷയിലായിരുന്നു. എൻ്റെ പ്രണയിനിയോട് എനിക്ക് സംസാരിക്കേണ്ടത് തെലുങ്ക് ഭാഷയിലായിരുന്നു. പക്ഷേ എനിക്ക് നാഗ്പൂർ സെൻട്രൽ ജയിലിൽ അവർ വിധിച്ചത് തെലുങ്ക് ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, കത്തെഴുതാൻ പാടില്ല എന്നായിരുന്നു. സെൻസറിയുമായിരുന്നു. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വേണമായിരുന്നു സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതാൻ. പക്ഷെ ഭാര്യയ്ക്ക് മറ്റു ഭാഷകൾ അറിയുകയുമില്ല, തെലുങ്ക് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ ക്രൂരമായി വിചാരണ തടങ്കലിൽ ശിക്ഷിക്കപ്പെട്ട് പിന്നീട് ഒടുവിൽ 2022 ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്താക്കുമ്പോഴും ആ ഹൈക്കോടതി ഉത്തരവിനെതിരെ ചരിത്രത്തിലാദ്യമായി ഒരു ന്യൂ നോർമൽ എന്നൊക്കെയാണ് മദൻ ബി ലോക്കർ അടക്കമുള്ളവർ വിശേഷിപ്പിച്ചത്. അതാണ് സുപ്രീം കോടതി അന്ന് തിടുക്കപ്പെട്ട് പുറത്തുവിട്ട ഒരാളെ ജയിലിലടയ്ക്കാൻ സുപ്രീം കോടതി കാണിച്ച തിടുക്കം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഭരണകൂടത്തിൻ്റെ ഭീകരത എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. പോട്ടയിൽ, മോക്കയിൽ, ടാഡയിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന UAPAയിൽ. ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല. കൺവിക്ഷൻ റേറ്റ് നോക്കൂ. 2016 മുതൽ 2023 വരെയുള്ള കേസുകളിൽ മൊത്തം ചാർജ് ഷീറ്റ് ചെയ്ത കേസുകളിൽ 2.2% മാത്രമാണ് UAPA ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പല കേസുകളിലും ഇവിടെ ഈ കേസിന്റെ വിചാരണ വേളയിൽ പറയുന്നൊരു കാര്യമുണ്ട്. നാഷണൽ സെക്യൂരിറ്റിയുടെ ബലിക്കലിൽ നിങ്ങൾ നിയമത്തിന്റെ നടപടിക്രമങ്ങൾ മറന്നുപോയി എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. കൃത്രിമമായിട്ട് രേഖകൾ സൃഷ്ടിച്ചു. റോണ വിൽസന്റെ ലാപ്ടോപ്പിലേക്ക് എന്താണ് മാൽവെയറുകൾ തിരികെ കയറ്റുകയാണ്. അതേപോലെയാണ് സായിബാബയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. 10% മാത്രം ചലനശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നില്ലേ? ഒരു ഭരണകൂടം എങ്ങനെയാണ് ഇത്രയും കാലം ഈ മനുഷ്യനെ വേട്ടയാടിയത്? ഇതാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിലും സംഭവിക്കും. അലൻ താഹിയുടെ കാര്യത്തിൽ UAPA ചുമത്തുമ്പോൾ ഈ സർക്കാരിന് ഇല്ലാതെ പോയതും അതാണ്. അപ്പോൾ അധികാരത്തിൻ്റെ ഗർവിൽ സംഭവിക്കുന്നതാണ്. അത് UAPAയുടെ പ്രൊവിഷനിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അത് വൈകിയെത്തിയ നീതിയാണ് സായിബാബയ്ക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതുകൊണ്ട് നീതി തീരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാർ ഇപ്പോഴും UAPAയുടെ പേരിൽ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അവരിൽ 2000 പേര് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് പ്രതിവർഷം എന്നുള്ള കണക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ കേസിന്റെ നാൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ നീതി നിഷേധത്തിന്റെ കണക്കുകൾ പറയാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഒറ്റ വാചകത്തിൽ അത് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ കോടതി വിധിയിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് 2017 എന്നുള്ളത്? ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്. അതിപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നു. നീതിയുടെ ചെറിയ വിജയം എന്നാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. വെളിച്ചം വരുന്നു. ഇനി തെലുങ്ക് ഭാഷയിൽ സായിബാബയ്ക്ക് ഭാര്യയോട് സംസാരിക്കാം, മകളോട് സംസാരിക്കാം. അത് ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസകരമായി തോന്നുന്നു. സ്മൃതി, Meet the editors.